ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ടേ ധീരെ ഘോരമായിട്ട് മണിക്കൂർ കണക്കിന് അതിൻ്റെ മുകളിൽ കയറുന്ന പ്രസംഗിക്കാനുള്ള കഴിവിനെ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന അതേ ഫീലോടെ കേൾക്കുന്ന ആളിലേക്ക് എത്തിക്കാനുള്ള കഴിവിനെയാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മീൻ ചെയ്യണത്. അത് നമ്മുടെ കുട്ടീനായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, നമ്മുടെ പാർട്ട്ണറിനായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ഏതായാലും നമുക്ക് ജെനുവിനായിട്ട് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് എനിക്ക് നിങ്ങളിങ്ങനെ ഇനി പറഞ്ഞപ്പോൾ ഇങ്ങനെയാട്ടോ ഫീലായത്, അല്ലെങ്കിൽ കുട്ടീനോട് ഇന്ന ഇന്ന കാര്യം കൊണ്ടാണ് അത് ചെയ്യല്ലേ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വെടിപ്പായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും കുട്ടികളോട് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാറേ ഇല്ല എന്നുള്ളതാണ്. പാർട്ട്നേഴ്സിൻ്റെ അടുത്താണെങ്കിലോ പ്രോപ്പറായിട്ടല്ല അത് നടക്കാറുള്ളതെന്നാണ്. കുട്ടീനോട് അത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഈ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്കെന്തിനാ ചീത്ത കേട്ടത് എന്ന് പോലും പല കുട്ടികൾക്കും ഒരു ബോധ്യമില്ല. എനിക്ക് എന്തിനാണ് ഇപ്പോൾ ആ കേട്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും നമ്മൾ അവർ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് തിരുത്തേണ്ടതെന്നുള്ള പ്രശ്നം അവർക്ക് മനസ്സിലാവണ്ടേ. അതിന് നമ്മളത് പ്രോപ്പറായിട്ട് അവരോട് ഷെയർ ചെയ്യണ്ടേ. നിന്നോടല്ല, നീ ഇന്ന 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 കാര്യങ്ങൾ ചെയ്തതിലുള്ള ഇന്ന ഇന്ന മിസ്റ്റേക്കിനാണ് ഞാൻ നിന്നെ വഴക്ക് പറയണത്, അല്ലെങ്കിൽ ഇതാണ് നീ തിരുത്തേണ്ടതെന്ന് പറയണ്ടേ. ദെൻ പാർട്ട്ണറിനോടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും പെരുമാറിയത്, അല്ലെങ്കിൽ ഇങ്ങനെയും സംസാരിച്ചത്, അല്ലെങ്കിൽ ഇത് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദെൻ അയാൾക്ക് എന്താണ് തിരിച്ച് നമ്മളോട് മറുപടി പറയാനുള്ളതെന്ന് നമ്മളൊന്ന് കേട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. പിന്നെ അതിൻ്റെ ശേഷമുള്ള പ്രശ്നങ്ങളല്ലേ, പിന്നെ അത് മാത്രം ഡീൽ ചെയ്താൽ മതിയല്ലോ.